സൈഗോ 2015 മോഡൽ വാഗണർ VXi ഡീറ്റെയിൽ എങ്ങനെയാ? 2015 VXi ആണ്. 2.75 കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 75,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2.75 കിലോമീറ്റർ 72,000. എന്തുകൊണ്ട് റേറ്റ് കുറച്ച്? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് ഉണ്ട്, ചെറിയ സൈഡിലൊരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ വണ്ടി എന്താ അവസ്ഥ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയല്ലേ. ബാക്കി മെക്കാനിക്കൽ ഇപ്പൊ വർക്ക് എടുത്തതിനെ കൊണ്ട് വണ്ടി ഫുള്ള് പക്കയാണോ? നല്ല ഫിറ്റാ. AC ഒക്കെ വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. റണ്ണിങ്ങിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കുറച്ച് കൊടുക്കും കേട്ടോ. 2.75 ചോദിക്കുന്നുള്ളൂ. 2015 വാഗണർ 2.75 ഇനി കുറച്ച് കൊടുക്കും. ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ അല്ല, 3.4 വരെ വാല്യൂഷൻ 2015 വാഗണർ VXi വരുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ക്യാഷ് ബാക്ക് 50,000 ഈ ഒരു റേറ്റിൽ ക്യാഷ് ബാക്ക് കിട്ടും. അതിനും കൂട്ടി കൊടുക്കാം. 2.75 ഫൈനലല്ല, നീ കുറയും. K സീരീസ് എഞ്ചിനാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സൈഗോ 2015 വാഗണർ 2.45 ആക്സിഡന്റ് വർക്ക് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒക്കെ വന്ന വണ്ടി ഈ ഒരു വിലക്ക് മുതലാണോ അല്ലോ? എടുക്കുന്ന ആൾക്ക് ലാഭമാണോ അല്ലോ? ലാഭമാണ്. ഫുൾ ലോൺ കയറുന്നില്ലേ? ഫുൾ ലോൺ കയറുന്നുണ്ട് എന്നുള്ള വെച്ചാല് വണ്ടിയാണ്, വിശ്വസിച്ചെടുക്കാം. നല്ല വണ്ടി. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പുളിക്കലുള്ള മേളനെ കുറിച്ചിട്ട് രാമനാട്ടുകാരുള്ള മേളനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കൂടുതൽ വണ്ടികളുണ്ടല്ലോ, എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളത്. ഇന്ന് ഇവിടെ മേളേൻ്റെ നാളത്തെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം വണ്ടികളൊക്കെ ഇവിടെ വിലയായിട്ടുണ്ട്. വിലയായ വണ്ടികളെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടാവും. അത്യാവശ്യം നല്ല റേറ്റ് ഗ്യാപ്പിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റ് മുതൽ നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 40,000 അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങും. അതിനുള്ള ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നാളെ മലപ്പുറം പാലക്കാട് ഹൈവേ ആണ്, പുളിക്കൽ ഹൈവേ ആണ്. പുളിക്കൽ ലാൻഡ്മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ആണ്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെയുള്ള ലാൻഡ്മാർക്കുകളൊക്കെ ഇവിടെ പുളിക്കൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു പള്ളീൻ്റെ സമീപത്താണ് ഈ ഒരു ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന നേരം ഇനി 17,000 ആൾക്കാരും കൂടെ മതി. ആകുമ്പോഴേക്കും നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. അടുത്ത വണ്ടി ഏതാ? ഞാൻ 2011 KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. ഇത് നാനോ LX ആണോ CX ആണോ? CX ആണ്. CX എന്നുള്ളത് ബേസ് അല്ല, മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരിക. AC ഉണ്ടാവും, പവർ വിൻഡോസും കാര്യങ്ങളൊന്നും വരില്ല. വണ്ടി ലോക്കാണ്. ആകെ ഒരു സ്റ്റാഫേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. 4 കസ്റ്റമേഴ്സും ഉണ്ട്. AC നിലവിൽ വർക്ക് ചെയ്യുന്ന വണ്ടിയല്ലേ? അതെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ആകെ 36,000. അതെ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? അപ്പോൾ രണ്ടാമത്തെ ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുള്ളൂ. 2011 നാനോ CX. റേറ്റ് എത്ര ചോദിക്കുന്നത്? 48,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 48,000 കുറയും. ലോണ് കിട്ടില്ല. 2010-11 വണ്ടി കഴിഞ്ഞ കൊണ്ട്. വാഗണർ ആണ്. KL11 രജിസ്ട്രേഷൻ കോഴിക്കോട്. LXi ആണ്. 1.1 ലിറ്റർ എഞ്ചിനായിരിക്കും. 13 റേഞ്ചിൽ മൈലേജ് ശരാശരി കിട്ടുന്ന 2007 മോഡൽ വാഗണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 ലക്ഷത്തിന് ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും പഴയ വണ്ടിനെ കൊണ്ട് ചോദിക്കുന്നില്ല. പേപ്പർ ഏതുവരെ വാലിഡിറ്റി ഉള്ളത്? 2027 വരെ അല്ലേ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ളത്? 2027 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇന്റീരിയേഴ്സ് അത്യാവശ്യം നീറ്റാണ്. വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് സാബിക്ക? 1 ലക്ഷം ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 1 ലക്ഷം ചോദിക്കുന്നുണ്ട്, ഇനി കുറച്ച് കൊടുക്കും അല്ലേ? നല്ലത് ഇയോൺ ആണ്. 2013 ഇറ പ്ലസ് ആട്ടോ വരിക. 2013 ഇയോൺ ഇറ പ്ലസ് 800 cc വരുന്നുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 മോഡൽ. 2013 ഇയോൺ സെക്കൻഡ് ഓണർഷിപ്പ് 1 ലക്ഷം കിലോമീറ്റർ. KL11 AS കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഗ്ലാസ്സിൽ സ്ക്രാച്ച് ഉണ്ടല്ലേ? 140. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് സോണീൻ്റെ ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് വണ്ടി ഫുള്ള് പൊടിയുള്ള സാവിക്ക. വാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടൊന്ന് കാണിച്ചേ. ബാക്കിൽ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇത് റേറ്റ് എത്ര വയ്ക്കുന്നത്? 2013 ഇയോൺ ഇറ പ്ലസ് 149 ആണ്. കുറയും. ഓക്കെ. ലോണ് ഫുൾ ലോണൊക്കെ കിട്ടും. സൈക്ക് അടുത്തത് ഹ്യുണ്ടായിന്റെ ഇയോൺ തന്നെയാണ്. മോഡല്
16 മോഡൽ 2016 മോഡൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 55,000 സിംഗിൾ ഓണർ വണ്ടി. 8.5 ആണോ 5.5 ആണോ? 5.5. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹ്യുണ്ടായിന്റെ ഇയോണ്. ഇറാ പ്ലസ് ആണോ അത് മാഗ്നയാണോ? ഇറാ പ്ലസ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റേറ്റ് എത്ര വരുന്നത്? 1.99 വരുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 1.99 2016 സിംഗിൾ ഓണർ ഇയോണ് 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കംപ്ലൈന്റ് ആണ്. സീറ്റ് കവർ നമുക്ക് പുതിയ സീറ്റ് കവർ അടിക്കാനുള്ള പൈസ കൊടുക്കാം, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കാം. ഒന്നുകിൽ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അടിക്കാനുള്ള പൈസ കൊടുക്കാം അല്ലേ? 1000 cc തന്നെയല്ലേ ഇയോണ് വരുന്നത്? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. 800 cc അല്ലേ? 800 cc അല്ലേ? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടൂലേ? ലോണ് 2016 ഇയോണിന് 2-2.10 റേഞ്ചിൽ ലോൺ കിട്ടില്ലേ? ഫുൾ ലോൺ ചെയ്യാം. ഇതിന് വേറെ പറയത്തക്ക രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? വില ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നമുള്ളതിനെ കൊണ്ട്? AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, പക്കാ ക്വാളിറ്റി. ഫ്ലഡ് ഉള്ളതിനെ കൊണ്ട്, മേജർ ആക്സിഡന്റ് ഉള്ളതിനെ കൊണ്ട് റേറ്റ് കുറച്ചാണോ? ഇല്ല ഒന്നുമില്ല, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലോ നമ്മള് റിട്ടേൺ എടുക്കും. റിട്ടേൺ കൊണ്ടുവന്നോട്ടെ, തിരിച്ചു കൊണ്ടുവരും വണ്ടി. ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, വില കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുവന്നാൽ മതി. ഫുൾ പൈസ റീഫണ്ട്. ഫുൾ ചെയ്തു. സാബിക്ക് അടുത്തത് ZS ആണ്. അത് ന്യൂ ഷേപ്പിലേക്ക് വരുന്നതിനുള്ള K സീരീസ് എഞ്ചിനോടെ വരുന്നത്. മുന്നേ വണ്ടി ഫ്ലോപ്പ് ആണുള്ള മെയിൻ റീസൺ മൈലേജ് ഷോർട്ടേജ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഷേപ്പിൽ കൂടുതൽ മൈലേജ് വരുന്നതിനെ കൊണ്ട് അത്യാവശ്യം മാർക്കറ്റ് ഈ ഒരു ഷേപ്പിനുണ്ട്. 2010 ZS റേറ്റ് എത്രയാണ് വരുന്നത്? റേറ്റ് വരുന്നത് 1.5 വരുന്നത്. 1.5 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കൂലേ? ZS LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. K സീരീസ് എഞ്ചിൻ നമ്മളെ വാഗണറിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഡിസയർ 2011 2011 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ KL11 രജിസ്ട്രേഷൻ ആണ്. ഡീസൽ VDI എന്നുള്ള ഓപ്ഷൻ അല്ലേ? ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആണ് ഉണ്ടാവുക. ബാക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്പോയിലർ കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സിനുള്ള ഹോൾസ് ഉണ്ട്, ബാക്ക് സെൻസേഴ്സ് ഇല്ല. ഫീച്ചർ സൈഡിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഡീസൽ ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സ്വിഫ്റ്റ് ഡിസയറിന് 2010-ലും 2011-ലൊക്കെ വരുന്ന ഓൾഡ് ഷേപ്പ് തന്നെയാണ്. റേറ്റ് എത്രയാണ് വരുന്നത്? 2.25 ആണ്. 2.25 ആണ് 2011 സ്വിഫ്റ്റ് ഡിസയറിന്. എന്താ പ്രശ്നം തള്ള വണ്ടിക്ക്? പ്രശ്നമില്ല, നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ എത്ര വില കുറവ്? കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1.52 ഓടിയുണ്ട്. 1.52 ഓടിയിട്ടുണ്ട്. 11 മോഡലാണ്. ബേസിക് അതിന്റെ റേറ്റ് അതൊക്കെ തന്നെയല്ലേ ആണ്. പക്ഷെ 2.5 കാണാറുണ്ട് ഇടയ്ക്ക്. 11-ന് 2.5 ഇനി കുറച്ച് കൊടുക്കും. 2010 മോഡൽ VDI വണ്ടി. 2010 മോഡൽ VDI ആണ്. KSRTCന്റെ സ്റ്റാഫിന്റെ ബോർഡൊക്കെ ഉണ്ടല്ലോ. KSRTCന്റെ സ്റ്റാഫിന്റെ ബോർഡൊക്കെ ഉണ്ട്. LDI VDI ZDI ഏതാണിത്? അത് VDI വരുന്നുണ്ട് കേട്ടോ. VDI വരുന്നത് നമ്മൾ മുന്നേ കാണിച്ച സ്വിഫ്റ്റിന്റെ അതേ തന്നെയല്ലേ, കാറ്റഗറി തന്നെയല്ലേ? ആംബിയന്റ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ബാക്കി ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ബാക്കിൽ ഒരു റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കൂടെ ഫ്രണ്ടിൽ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ 2010 സ്വിഫ്റ്റ് ഡിസയറിന് റേറ്റ് എത്രയാ? 2,20,000 കേട്ടോ. 2.20 മുന്നേ കാണിച്ച 2011 2.25 ആണ്. ഇപ്പൊ 2.20. മെക്കാനിക്കൽ പക്കാരം കുറച്ച് കൊടുക്കാം. നല്ല വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. അല്ല, ഒരു വ്യത്യാസം അതിന്റെ അകത്ത് ടച്ചപ്പ് കാണുന്നുണ്ട്. ഇതിന്റെ അകത്ത് അത്യാവശ്യം ബോണറ്റിന് ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അത് നല്ല വണ്ടിയാണ്, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടച്ചപ്പ് എന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും ഉണ്ടാവും, സ്വാഭാവികം. 10 കൊല്ലത്തിന്റെ മുകളിലായില്ലേ? ഉണ്ടായി. 10 അല്ല 13 അല്ല അവന്. സൈക്ക് അടുത്തത് കിഡാണ്. KL47. ചാവക്കാടാണോ ഗുരുവായൂരാണോ എവിടെ? RT ഏതാ? എനിക്കും അറിയില്ല, വിട്ട് പോട്ടെ. അറിയുന്നവര് കമന്റ് ചെയ്യാ. പിന്നെ കിഡ് 1000 cc ആണോ 800 cc ആണോ? RXL 2017-18 1000 cc വണ്ടിയാണ് വരുന്നത്. 1000 cc എന്ന് പറയുന്നത് 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് 38,000 കിലോമീറ്റർ ഓടി. ആകെ 38,000 ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണോ? അതെ. റീപ്ലേസ് ഒന്നുമില്ല. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ കിഡിൽ എങ്ങനെയാ വരിക? ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണല്ലേ? ഓക്കെ. 4 ഡോർ പവർ വിൻഡോസ്, ആഫ്റ്റർ മാർക്കറ്റ് ട്രാക്സ് ഉണ്ടത്, സൈഡ് ലോക്ക് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. വൃത്തിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 17-18 കിഡ്. റേറ്റ് എത്ര വയ്ക്കുന്നത്? 38,000 ഓടിയിട്ടുള്ള വണ്ടിക്ക് 2.75 ചോദിക്കുന്നുണ്ട്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 2.75 കുറയും ചെയ്യും. നല്ല വണ്ടിയായിട്ട് എടുക്കുന്നതൊക്കെ പണിയൊന്നുമില്ലല്ലോ? നല്ല വണ്ടി. ഓട്ടോമാറ്റിക് ബ്രിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ്.
KL64 ചാലക്കുടി രജിസ്ട്രേഷൻ ആണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. VHO എന്നുള്ള ഫുൾ ഓപ്ഷൻ ഹോണ്ട ബ്രയോയിൽ പെട്രോൾ ആയിരിക്കും ഫ്യൂൽ ഓപ്ഷൻ വരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ OE alloy വീൽസ് ഹോണ്ട VHൽ വരുന്നുണ്ട്, ബ്രയോ VHൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ആഫ്റ്റർ മാർക്കറ്റ് alloys നിലവിൽ മാറ്റി ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ്. ഓട്ടോമാറ്റിക് AC ഇല്ല, 4 ഡോർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ഇത്രയായിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവുക. പക്ഷേ ഇതിന് പുറമേ ആയിട്ട് ഈ വണ്ടിയിൽ ഗിയർ ബോക്സ് ഒന്ന് കാണിച്ച്, നമ്മൾ നോർമലി കാണുന്ന AMT എന്നുള്ള ഗിയർ ബോക്സ് അല്ല, CVT ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെർഫോമൻസ് റേഞ്ചിൽ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഏകദേശം 11 മുതൽ മുകളിലേക്കായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഹോണ്ട ബ്രയോ 1.2 ലിറ്റർ എഞ്ചിനിലേക്ക് വരുന്നേരം 13 മോഡൽ VH CVT. റേറ്റ് എത്രയാണ് വരുന്നത്? 355 355 3.4 മുകളിൽ എങ്ങനെയാണ് ലോണ് കിട്ടുന്ന വണ്ടിയാണ്. വേറെ വർക്കൊന്നും ഇല്ലല്ലോ. കിലോമീറ്റർ എത്രയായിരുന്നു ഓടിയത്? കിലോമീറ്റർ 1 lakh ബിലോ ആണ് കിലോമീറ്റർ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സാർക്ക് അടുത്തത് 2013 മോഡല് KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഗ്രാൻഡ് ഐട്ടൺ. പെട്രോൾ മൈലേജ് കുറവായിരിക്കും. ഡീസൽ എഞ്ചിൻ ആണ്, ഡീസൽ ആണ്. അപ്പോൾ 3 സിലിണ്ടർ ആയിരിക്കും വരുന്നത്. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇത് 1.2 അല്ലെ 1.1 1.1 അപ്പോൾ സ്പോർട്സ് വേരിയന്റ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രി ഉണ്ടോ, അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ പോലെ വന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ബാക്കിയുള്ളത് വരുന്നുണ്ടാവുക. ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. എയർ ബാഗ്സ് വരുന്നില്ല, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇന്റർണലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സും വരുന്നുണ്ടാവും. എല്ലാ വീൽസ് വരുന്നില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഇത്രയാണ് ഹൈലൈറ്റ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ അതാണ് ആദ്യം. 1,38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അല്ലല്ല 38,000 ഓൺലി, വെറും 38,000 ലോ കിലോമീറ്റർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 10 കൊല്ലം കൊണ്ട് 10-15 കൊല്ലം കൊണ്ട് 38,000 കിലോമീറ്റർ വണ്ടി ഓടാത്ത ആളുകളായിരിക്കും. എന്തായാലും വണ്ടി നമ്പർ കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററി വേണ്ടവർക്ക് ഹിസ്റ്ററി എടുക്കാം. അത് ജെന്യൂൻ ആണെങ്കിൽ എടുക്കുന്ന ആൾക്ക് ലോട്ടറിയാ. കാരണം എത്ര റേറ്റ് എത്ര വരുന്നത്? 2-3 295 മാക്സിമം. ലോണ് ഫുൾ ലോണ് കിട്ടാൻ സാധ്യത ഉണ്ടാവും. ഫുൾ ലോണ് കയറുന്നതാണ്. എടുക്കുന്ന ആൾക്ക് ലോട്ടറി. കാരണം എന്താ വെച്ചാൽ 1 ലിറ്റർ എടുക്കുന്ന ആൾക്ക് ലോട്ടറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 lakh ഒക്കെ കഴിയുന്ന വണ്ടികളാണ് അധികം നമ്മൾ ഈ ഒരു റേറ്റ് തന്നെ കാണാറുള്ളത്. വണ്ടി വാഷ് ചെയ്താലേ ഒന്ന് വണ്ടി വൃത്തിയാവും. നല്ല പൊടിയുണ്ട്. വേറെ പണി നിലവിൽ പണിയൊന്നുമില്ലല്ലോ വണ്ടിക്ക്. ഇല്ല, നല്ല വണ്ടിയല്ലേ? ഓക്കെ. അടുത്ത് 2021 2022 രജിസ്ട്രേഷൻ വരുന്ന ഡാറ്റ്സന്റെ റെഡിഗോ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് വരുന്ന വണ്ടിയാണ്. T എന്നുള്ള എഡിഷൻ ആണ്, T എന്നുള്ള വേരിയന്റ് ആണ്. ഉണ്ടല്ലേ? ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 10,000 കിലോമീറ്റർ മാത്രമാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. കമ്പനി വാറണ്ടി നമുക്ക് 2025 വരെ ലഭിക്കുന്ന ഈ ഒരു വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,69,000 രൂപയാണ്. അതേസമയത്ത് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ റേറ്റ് അല്ല, മാക്സിമം കുറയുന്നുണ്ടാവും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിന് റേറ്റ് ഇട്ടിട്ടുള്ളത്. ഇനി നല്ലപോലെ ഈ വണ്ടിക്ക് റേറ്റ് കുറയുന്നുണ്ടാവും കേട്ടോ. സാർക്ക് അടുത്തത് i20 ആണ്. KL11 രജിസ്ട്രേഷൻ കോഴിക്കോടാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. വേരിയന്റ് ഏതാ? വേരിയന്റ് ആസ്റ്റ ആണ് വരുന്നത്. ആസ്റ്റ എന്നുള്ളത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നതാണ്. ആസ്റ്റ ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. പെട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ VT എഞ്ചിനാണ്. 1.2 ലിറ്റർ, ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ എയർ ബാഗ്സ് വരുന്നുണ്ടാവും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും, OE alloy wheels നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, പിന്നെ 5 സ്പീഡ് ആയിരിക്കും ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയൊക്കെയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. ABS, EBD കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. സേഫ്റ്റി സൈഡിൽ നോക്കുകയാണെങ്കിൽ ടയേഴ്സ് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. കിലോമീറ്റർ 95,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നല്ല വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? 2016 i20 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. 475 റേറ്റിന് കുറയും. ലോണ് ഫുൾ ലോൺ
ഫുൾ ലോണിന് മുകളിൽ കിട്ടൂലേ? ഓ 5 ലക്ഷം രൂപ വരെ ചെയ്യാം നമുക്ക്. 5 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. റേറ്റ് വയ്ക്കുന്നത് 4.25, ഇനിയും കുറയും. അതെ. ഓക്കെ, പറയൂ. ഇനി അടുത്ത പരിപാടി നമ്മള് വണ്ടി കുറെ കാണിക്കാനുണ്ട്, അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. അല്ല വണ്ടി നാളത്തേക്കും മറ്റന്നാളേക്കും ഒരുപാട് വണ്ടി കയറാനുണ്ട്. ഇനി വരാനുണ്ട്. നമ്മള് മേള വരുന്നേ വില ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. നാളെ മേള തുടങ്ങുന്നതിനെ കൊണ്ട് ഇനി ഫൈനൽ റേറ്റ് മാക്സിമം റേറ്റ് കുറച്ച് ഇനിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വണ്ടി വില ആവാത്തുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്, ഇനി വണ്ടികൾ വരാനുണ്ട്. ഫുൾ ലോൺ ഉള്ള കാറ്റഗറി വണ്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. ഫുൾ ലോൺ വണ്ടി ലോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്ത് തന്നെ കൊടുക്കും കേട്ടോ. സിവിലുള്ള കസ്റ്റമറൊക്കെ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കും. സിവിൽ ഇല്ലാത്ത കസ്റ്റമർക്ക് ലോൺ ചെയ്യാന്നാണോ? ആ ചെയ്യാം. സിവിൽ ഇല്ലാത്ത കസ്റ്റമർക്ക് ലോൺ ചെയ്യും. കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കും. പല ലോണുകളുണ്ടല്ലോ. ആയിക്കോട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.